ഏതായാലും ചോദ്യവക്താവിൻ്റെ ചോദ്യം, ഖബർ കെട്ടിപ്പൊക്കൽ സാധാരണക്കാർക്ക് അല്ലേ പാടില്ലാത്തത്, സാധാരണക്കാരുടെ ഖബറല്ലേ പാടില്ലാത്തത്, പണ്ഡിതന്മാരുടേത് അനുവദനീയമല്ലേ, റസൂലുള്ളാഹിയുടെ കെട്ടിപ്പൊക്കപ്പെട്ടിട്ടില്ലേ എന്നതാണ്. രണ്ട് തത്വവും ശരിയല്ല. കാരണം ഫൈസി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ പണ്ഡിതർസങ്ങളിട്ട് പഠിച്ചതായ ഗ്രന്ഥങ്ങളിലൊക്കെ എല്ലാവരുടെ ഖബറും കെട്ടിപ്പോക്കാൻ പാടില്ല എന്നാണ് ഫിഖ് മസലയിൽ ചെറുപ്പത്തിലെ ഫത്ഹുൽ മുഈൻ എന്ന ഗ്രന്ഥത്തിൽ വരേക്കും പഠിച്ചത്. എത്രത്തോളം ഫത്ഹുൽ മുഈനിൽ പറയുന്നതായിട്ട് കാണാം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഖബർസ്ഥാനങ്ങളിൽ മുസബ്ബലത്തായ അഥവാ വഖഫായ ഭൂമിയിലുള്ള ഖബർസ്ഥാനങ്ങളിൽ കെട്ടിപ്പൊക്കപ്പെട്ട ഖബറുകളെ തകർക്കൽ വാജിബാണ് എന്നാണ് പള്ളിദർസുകളിൽ പഠിച്ചത്. അത് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ശൈലിയാണ്, പള്ളിദർസുകളിൽ അങ്ങനെ പഠിച്ചതാണെന്ന് പറയാം. അതേസമയത്ത് നമുക്ക് ആധികാരികത ലഭിക്കണമെങ്കിൽ നബി മരിക്കുന്നതിന് അല്പ ദിവസം മുമ്പ് വരേക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകളാണ്. ഇസ്തഗ്റബുല്ലാഹി അലാ ഖൗമിൻ, ഒരു റിപ്പോർട്ടിൽ മരിച്ച ദിവസത്തിൽ വരേക്കും ഇസ്തഗ്റബുല്ലാഹി അലാ ഖൗമിൻ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ ലഅനല്ലാഹു അൽ-യഹൂദ വൻ-നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. ആയിഷ വിശദീകരിക്കുന്നു, ആയിഷയുടെ മടിയിലാണ് റസൂൽ കിടക്കുന്നത്. റസൂല് മരിക്കുന്ന വേളയിൽ ഈ വാക്കുകൾ പറയുന്ന സന്ദർഭങ്ങളിൽ അതുകൊണ്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹ കൂട്ടിച്ചേർക്കുന്നു, വലൗലാ ദാലിക ലഉബ്രിസ ഖബറുഹു വലാകിന്നഹു ഖുശിയ അൻ യുത്തഖദ മസ്ജിദ. റസൂലുള്ളാഹി എന്താ പറഞ്ഞത്? റസൂലുള്ളാഹിന്റെ ഒന്നോ രണ്ടോ ഭാര്യമാരായി മാറിയവർ ഐക്യോപ്യയിലേക്ക് പോയപ്പോൾ അവിടെ കെട്ടിപ്പൊക്കപ്പെട്ട ഖബറുകളെ കണ്ടപ്പോൾ അവർ അതിനെക്കുറിച്ച് സംസാരിച്ച ശൈലിയും ഇങ്ങനെ തന്നെയാണ്. ജൂത ക്രിസ്ത്യാനികളെ അള്ളാഹു നശിപ്പിക്കട്ടെ. ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം, ബുഖാരിയിലും മുസ്ലിമിലൊക്കെ ഉള്ള പദം അങ്ങനെയാണ്. വസാലിഹീഹിം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തുർമുദിയിലും. അവരിൽ നിന്നിട്ട് സാലിഹീങ്ങളുടെയും അമ്പിയാക്കന്മാരുടെയും എല്ലാം ഖബറുകളെ അവരെന്ത് കാട്ടാറുണ്ട്? കെട്ടിപ്പൊക്കിയുമുണ്ട്, അഥവാ ആരാധനാലയമാക്കി മാറ്റാറുണ്ട്. ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, ആരാധിക്കപ്പെടുന്ന സ്ഥലമാക്കി മാറ്റാറുണ്ട്. ഇനി പള്ളിയല്ലാതെ വേറെ ഏതെങ്കിലും മരുഭൂമിയിൽ കെട്ടിപ്പൊക്കിയിട്ട് അവിടെ അതിന് നേർച്ചകൾ സമർപ്പിക്കുകയാണെങ്കിലും ആ ഇനത്തിൽപ്പെടും. കാരണം ആരാധനാലയത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്ന കാര്യം അത് ഖബറാളികളോട് മരുഭൂമിയിൽ വെച്ചിട്ട് പ്രാർത്ഥിച്ചാലും ഈ ഹദീസ് അവരിൽ ഫിറ്റാവുന്നതാണ് എന്നതുകൂടി മനസ്സിലാക്കണം. ഇത് എല്ലാവർക്കും ബാധകമാണ്, മഹാത്മാക്കളാവട്ടെ അല്ലാത്തവരാവട്ടെ. പിൻകാലഘട്ടത്തിൽ ഇങ്ങനെ ഉപഗ്രന്ഥങ്ങൾ വരുമ്പോൾ മദ്ഹബിലേക്ക് ചേർത്ത് പറഞ്ഞിട്ട് അവസാനം അത് മദ്ഹബാണ്, മദ്ഹബിന്റെ അഭിപ്രായമാണ് എന്ന തെറ്റിദ്ധാരണ ജനങ്ങളുടെ ഇടയിൽ വെച്ച് പുലർത്തുന്ന വിഭാഗം ഈ അടുത്ത 200-300 കൊല്ലം മുമ്പൊക്കെ എഴുതിയതായ ശുറൂഹുകളിലാണ് വന്നത്. പണ്ഡിതന്മാരെ ഒഴിവാക്കാം, സാലിഹ്യങ്ങൾ ഒഴിവാക്കാം, അത് റസൂൽ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നാം ഒഴിവാക്കുക? ഞാൻ ചോദിക്കട്ടെ, മഹാനായ ഈ മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അൽ-മുത്തലിബി അൽ-മക്കി, മക്കക്കാരനാണ് മൂപ്പർ, ജനിച്ചത് ഗാസയിലാണെങ്കിലും അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ മക്കയിൽ കെട്ടിപ്പൊക്കപ്പെട്ട ഖബറുകളെ തകർക്കുന്നതായിട്ട് ഞാൻ കണ്ടു. ആ കാലഘട്ടത്തിൽ ജീവിച്ച് മരിച്ചു പോയവരായ ആൾക്കാരൊക്കെ ഒന്നിരിക്കലോ അവർക്ക് മുമ്പ് ജീവിച്ച താബിഈങ്ങളായിരിക്കും. അങ്ങനെയുള്ളവരുടെ ഖബറിനെയാണ് തകർത്തതായിട്ട് കണ്ടത് എന്നതാണ്. എന്നാൽ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ കൽപ്പന അലി പറയുന്നതായിട്ട് ബുഖാരി മുസ്ലിമിൽ കാണാം. ആരോട്? അലിയിനോട് റസൂൽ കൽപ്പിച്ചതായിട്ട് അബൂ ഇയാസുൽ അസദിയോട് മഹാനായ അലി പറയുകയുണ്ടായി, അല്ലയോ അബൂ ഹിയാജി, എന്നോട് റസൂൽ പറഞ്ഞ ഒരു കാര്യം നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു. അതെന്താണ്? അല്ലയോ അലിയെ, കെട്ടിപ്പൊക്കപ്പെട്ട ഖബർ എവിടെ കണ്ടാലും അതിനെ നിങ്ങൾ തകർത്തേണ്ടതാണ്. ഇസ്ലാമിക ഭരണകൂടമുള്ള സ്ഥലത്താണ്. കാരണം കൽപ്പിക്കുന്നത് ദൂതർ അലിയിനോടാണ്, അലി കൽപ്പിക്കുന്നത് അബൂ ഹിയാജിനോടാണ്. അലി ഭരണകർത്താവായ വേളയിൽ, അതിനു മുമ്പ് റസൂൽ നേതാവായ വേളയിൽ. അപ്പോൾ നമ്മുടെ കീഴിൽ ഇസ്ലാമിക ഭരണകൂടം വരുമ്പോഴാണ് നാം തകർത്താൻ നടക്കേണ്ടത്. അല്ലാത്ത പക്ഷം നാം ഹൃദയത്തിന്റെ അകത്ത് തകർത്താൻ പരിശ്രമിക്കുക, പുറത്തുനിന്ന് തകർത്താൻ നിൽക്കരുത്, അടികൊള്ളും, പ്രശ്നമുണ്ടാകും, നമുക്കറിയാവുന്നത് പോലെ. അപ്പോൾ ഈ കൽപ്പന മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അലിയിനോട് കൽപ്പിച്ച കൽപ്പന അലി ഫിറ്റാക്കുന്നു, റസൂൽ എന്നോടത് കൽപ്പിച്ചു എന്നതായ വാർത്ത. ഇതെല്ലാം തെളിയിക്കുന്നത് എല്ലാവരുടെയും ഖബർ ഇതിൽ തുല്യതയുള്ളതാണ് എന്ന് മാത്രമല്ല, മഹാത്മാക്കളുടെ ഖബറുകളെയാണ് തീരെ കെട്ടിപ്പൊക്കാൻ പാടില്ലാത്തത്. കാരണം അപകടമുണ്ടാവൽ
ആരാധിക്കപ്പെടൽ, വിളിച്ച് പ്രാർത്ഥിക്കപ്പെടൽ, ഇസ്തിഗാസ ചെയ്യപ്പെടൽ, തവസ്സുൽ ചെയ്യപ്പെടൽ, നേർച്ചയാക്കപ്പെടൽ, തവാഫ് ചെയ്യപ്പെടൽ നാം ഇന്ത്യയിലുടനീളം കാണുന്നത് പോലെ ഞാൻ ഈ സത്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ദൈവത്ത് വരെ പഠിച്ച് മുസ്ലിംമാര് പഠിക്കാറുള്ള പള്ളികളിൽ പഠിച്ചിട്ട് എന്നിട്ട് മുസ്ലിംമാര് പാസ്സാവാറുള്ള കോളേജിൽ പോയിട്ട് പാസ്സാകാൻ പോയ കാലഘട്ടത്തിൽ ഡൽഹിയിലും അതുപോലെ തന്നെ ലക്നൌവിലും താജ്മഹലിന്റെ പരിസരത്തിലും വടക്കേ ഇന്ത്യയിലും ഉത്തരേന്ത്യയിലും എല്ലാം ഉള്ളതായ ആ ഖബർസ്ഥാനങ്ങൾ എന്നിട്ട് പലയിടങ്ങളിലും ഞാൻ കറങ്ങിയ ആളാണ്. പ്രത്യേകിച്ച് ഡൽഹിയിലുള്ളതായ നിസാമുദ്ദീൻ ഔലിയാന്റെ മർക്കസിലേക്ക് പോയിട്ട് അടികൂടാൻ ഒരുങ്ങിയതായ ആളാണ് ഞാൻ. എന്തിനു വേണ്ടി? അവിടെ കണ്ടതായ അനാചാരങ്ങൾ അതിന് അറുതി വരുത്താൻ സാധിക്കാത്തത് കാരണത്താൽ. അത് നീട്ടി വലിച്ച് പറയുന്നില്ല. പറഞ്ഞു വരുന്നത് മഹാത്മാക്കൾ എന്ന് പറയപ്പെടുന്നവരുടെ ഖബറിന്റെ രീതിയാണ് കെട്ടിപ്പൊക്കപ്പെടുമ്പോൾ അപകടമുണ്ടാവുക. അല്ലാത്തവരെക്കാൾ എനിക്ക് കാസർഗോഡ് മുമ്പിൽ അറിയാം. കാസർഗോഡിൽ അറിയപ്പെടുന്ന ഒരു പ്രമുഖനെ അദ്ദേഹം പറഞ്ഞു എന്ന പേരിൽ അദ്ദേഹം മരിച്ച വേളയിൽ അദ്ദേഹത്തിന്റെ വീട്ടിന്റെ മുമ്പിൽ കിടത്തി. ഇന്ന് വരെ ഉറുസ് നടന്നിട്ടില്ല. എന്താണ്? ഈ യുഗത്തിൽ ജീവിക്കുന്നവർക്കെല്ലാം അറിയാം അയാൾ ആരാണ്. ഈ യുഗത്തിൽ കാസർഗോഡുകാരുണ്ട്, അവർക്ക് തലകിലിക്കാണ്, അവർക്കറിയാം. ഈ യുഗത്തിൽ ജീവിച്ചവർക്ക് അറിയാം ആ മനുഷ്യൻ ആരാണ്. അതുകൊണ്ട് ഉറൂസ് ആയിട്ടില്ല. ഇനി ഈ തലമുറ കഴിഞ്ഞ് പുതിയ തലമുറ വന്നാലോ അയാള് ഒലിയാണ് എന്ന് വഴി മീതെ നിന്ന് പിശാചിനെടുക്കൽ നിന്നിട്ട് അവരുടെ തലയിൽ കയറും. അപ്പോൾ അത് എന്തായി മാറും? പിന്നെ ആരാധനാലയമാക്കി മാറപ്പെടുക എന്നത് സംഭവിക്കും. രണ്ടാമത്തെ ചോദ്യം, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിനെ കെട്ടിപ്പൊക്കപ്പെട്ടിട്ടില്ല എന്നാണ്. ഇല്ല. അത് ഇവിടെ ചോദ്യവക്താവ് ചോദിച്ചത് കൊണ്ട് ഞാൻ മറുപടി പറയുന്നു എന്നല്ലാതെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ 40 വർഷമായി ഏകദേശം മദീനയിൽ വന്നതിന് മുതൽ പറയാൻ തുടങ്ങിയതാണ്. റസൂലുള്ളാഹിയുടെ പള്ളിയിൽ, റസൂലുള്ളാഹിയുടെ മസ്ജിദുൻ നബവിയിൽ ക്ലാസ് എടുത്ത കാലഘട്ടത്തിൽ പറയാൻ തുടങ്ങിയതാണ്. നിങ്ങളുടെ മുമ്പിലുള്ളതായ ഈ ഖബർസ്ഥാനം ഇന്ന് വരേക്കും മണലിലാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയാണ് ആധികാരിക ഗ്രന്ഥങ്ങൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. 1300 വർഷങ്ങളായിട്ട് നേരെ കണ്ടവരാരും തന്നെ ഇല്ല. ഏകദേശം ഹിജ്റയുടെ 80ാമത്തെ വർഷം മുതൽ 90ാമത്തെ വർഷം വരെ അതിനിടയിൽ ഭരണകൂടം നടത്തിയതായ വലീദ് ബിൻ അബ്ദുൽ മലിക്കിന്റെ കാലഘട്ടത്തിലാണ് അതിന്റെ പരിസരത്തിൽ വൻമതിൽ ഉണ്ടാക്കപ്പെട്ടത്. ആ വൻമതിൽ ഉണ്ടാക്കപ്പെട്ടപ്പോൾ വിനയത്തോടു കൂടി എന്ന് അബൂബക്കർ സിദ്ദീഖിന്റെ പേരെക്കുട്ടി പറയും പോലെ പൊക്കിക്കെട്ടപ്പെടാത്ത താഴ്മയോടുകൂടിയുള്ള മൺകൂനകളുള്ളതായ 3 ഖബറുകളാണ് അവിടെ വൻമതിൽ ഉണ്ടാക്കപ്പെട്ടപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ആ വൻമതിലിന്റെ അകത്താണ് ഇപ്പോഴും 3 ഖബറുകൾ ഉള്ളത്. എന്നാൽ പിന്നെ എന്താ ഖുബ്ബാന്ന് ചോദിച്ചാൽ ആ കാലഘട്ടത്തിൽ അഥവാ ഹിജ്റയുടെ 8ാം നൂറ്റാണ്ട് 7ാം നൂറ്റാണ്ട് സമാപിക്കുമ്പോൾ കാലൂർ സനയ്യ എന്ന ഒരു ഈജിപ്റ്റ് രാജാവ് അദ്ദേഹം എന്ത് ചെയ്തു? നിങ്ങൾ കാണുന്നതായ ഇരുമ്പ് വേലിയുള്ള സ്ഥലത്തെയും റസൂലുള്ളാഹിന്റെ ഭാര്യമാരിൽ നിന്ന് മിക്ക ഭാര്യമാരും താമസിച്ചിരുന്നതായ കുടിലുകൾ ഉള്ളതായ സ്ഥലത്തെയും വിലയും ചെയ്തിട്ട് ഒരു ഇരുമ്പ് വേലി ഉണ്ടായപ്പോൾ അത്രയും വിശാലമായ സ്ഥലത്തെ കവർ ചെയ്തുകൊണ്ട് കോൺക്രീറ്റ് ഇടുന്ന പദ്ധതി അന്ന് എത്തിയിട്ടില്ല, ലോകം കണ്ടുപിടിച്ചിട്ടില്ല. അത് കാരണത്താൽ തന്നെ അങ്ങനെയുള്ള വിശാലമായ സ്ഥലത്തെ ഭദ്രമായ കെട്ടിടത്തിന്റെ അകത്താക്കാൻ എന്ത് വേണ്ടി വരും? ഖുബ്ബ ആകൃതി പണിയേണ്ടി വരും. അതുകൊണ്ടാണ് ഖുബ്ബ ആകൃതിയിൽ പണിയാൻ കാരണം. അത് 3 ഖബറുകളുടെ വീതം മാത്രമല്ല, റസൂലുള്ളാഹിന്റെ മിക്ക ഭാര്യമാരുടെയും ഫാത്തിമയുടെയും ഹസൻ ഹുസൈൻ അലിയുടെയും ഇവരുടെ എല്ലാം വീടുകളുടെ മീതെ നിൽക്കുന്നതായ ഖുബ്ബയാണ് അവിടെ ഖബർ ഇന്നും കെട്ടിപ്പൊക്കപ്പെടാതെ അതേ രൂപത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. 9ാം നൂറ്റാണ്ടിൽ ഹിജ്റയുടെ 9ാം നൂറ്റാണ്ടിൽ മദീനത്തെ പള്ളിക്ക് തീ പിടിച്ചതായ വേളയിൽ ആ പിൻഭാഗത്തുള്ളതായ വൻമതിൽ തകർന്നപ്പോൾ പലരും അതേ രൂപത്തിൽ ഖബറടക്കിയ പോലെ ബുഖാരിയിലുള്ളത് പോലെ കിതാബുൽ ജനായിസിൽ ബുഖാരിയിലുള്ളത് പോലെ കെട്ടിപ്പൊക്കപ്പെടാതെ ഉള്ളതായ 3 മൺകൂനകളായിട്ട് കണ്ട വാർത്ത ഈ വൻമതിൽ തകർന്ന കാലഘട്ടത്തിൽ 9ാം നൂറ്റാണ്ടിൽ കണ്ട വാർത്ത സംബൂദി എന്ന പണ്ഡിതൻ അദ്ദേഹത്തിന്റെ വഫാ ഫി അഖ്ബാരി ദാരിൽ മുസ്തഫ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.